നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ ഒരു സംഭവമാണ് കഞ്ചാവ് വേട്ട എന്ന് പറയുന്നത്. ഇപ്പോ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും. അവരുടെ പേരിൽ ഒരുപാട് കേസും ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസും അതിനെ പറ്റി ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പുതിയൊരു വിവരമാണ്, ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കഞ്ചാവുമായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ഇവർക്കെതിരെ മൊഴി നൽകിയിരിക്കുകയാണ്. ശ്രീനാഥ് ഭാസിയും നമ്മുടെ ഷൈൻ ടോം ചാക്കോയും രണ്ടുപേരും ഈ ഒരു കഞ്ചാവ് കേസിൽ പ്രതികളാണ്, അല്ലെങ്കിൽ അവര് ഈ കഞ്ചാവ് കേസില് അത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയാസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഈ അന്വേഷണങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഓരോ ദിവസം ഒരുപാട് ലഹരി വസ്തുക്കളുമായിട്ടുള്ള ആളുകൾ പിടികൂടുന്നുണ്ട്. അത്തരത്തില് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ്. അത് ഏറ്റവും കൂടുതൽ അതിന് ഒരു ലഹരി കൂടുതൽ കിട്ടുന്ന, അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുതലുള്ള, പണം കൂടുതലുള്ള ഒരു തരം കഞ്ചാവാണ്. അപ്പം ഇത് പിടികൂടിയപ്പം ഏകദേശം 1 കോടിക്ക് മുകളിൽ വില വരുന്ന വസ്തുക്കൾ, ലഹരി വസ്തുവായിരുന്നു ഇവരെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം അതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് ഇവര് കൂടുതലായിട്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോ വായിൽ നിന്ന് വന്ന പേര് പ്രധാനമായിട്ട് ഈ ഷൈൻ ടോം ചാക്കോന്റെതും ശ്രീനാഥ് ഭാസിന്റേതാണ്. അതായത് ഈ പറയുന്ന യുവാവിന്റെയും യുവതിയുടെയും മെയിൻ കസ്റ്റമർ ആണ് ഈ സിനിമാ മേഖലയിലുള്ള ഈ 2 നടന്മാരെന്നാണ് യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ആലപ്പുഴയിൽ നിന്നിട്ടാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇവർ ശരിക്കും ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും നിലവിൽ വന്നിട്ടുള്ള ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇതിനു മുമ്പ് വന്നിട്ടുള്ള നിരവധി കേസുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കാം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. അത് ഒരു സമയത്ത് ഭയങ്കര അരോചകരമായിട്ട് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആളുകൾ കണ്ട് യൂസ്ഡ് ആയി അത് ആസ്വദിച്ചു തുടങ്ങി. എങ്കിൽ പോലും അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു ചേഞ്ചിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മാറി എന്ന് തന്നെ പറയാം. അത് ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിലൊരു കാരണമായിട്ട് പറയണം. അതുപോലെ തന്നെ ഈ ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് അദ്ദേഹം ചൂസ് ചെയ്യുന്ന ചില സിനിമകളൊക്കെ ഇത്തരത്തിലുള്ള നിരവധി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിനൊക്കെയാണ് സ്വാഭാവികമായിട്ടും പുറത്തു വന്നിട്ടുള്ളത്. നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പയ്യനായിട്ടൊക്കെ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീനാഥ് ഭാസി. അപ്പം ഇവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇവർക്ക് ഈ ഫ്രസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നിരവധി ആളുകൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഇവരിപ്പം ശ്രീനാഥ് ഭാസി ഈ ഒരു കേസിൽ ഈ ഒരു ആരോപണത്തില് പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് ഈ ആളുകളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ സമയം കളയാണ്, എന്റെ പേര് ഇതിലേക്ക് വലിച്ചിടേണ്ടതില്ല, എനിക്ക് ഇവരുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെ നടനൊക്കെ പറയുമ്പോൾ ഇവർ പറയുകയാണെങ്കിലും ഇവർക്കെതിരെ പോലീസ് ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എക്സൈസ് ഒരു നോട്ടീസ് അയക്കാൻ പോവുകയാണെന്നാണ് വിവരം. അതായത് മൊഴിയില് ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും നോട്ടീസ് അയക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് നിങ്ങൾക്ക് ഇതിൽ വ്യക്തമാക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം എന്നുള്ളത് പോലെ തന്നെയാണ് ഇപ്പം നോട്ടീസ് അയക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന മൊഴി, ഈ സ്ത്രീയുടെ മൊഴി അത് കാര്യമായി തന്നെയാണ് എക്സൈസും പോലീസും ഒക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ടാണ് ഇവരോട് ഇപ്പം നോട്ടീസിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്ന് പറയുന്നത്. സമീപകാലത്ത് പിടികൂടിയിട്ടുള്ള ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പം ഈ ഒരു സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇവരുടെ ചാറ്റ് പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന സെലിബ്രിറ്റികളുടെ ഒക്കെ ചാറ്റാണ്. അപ്പം ഈ ചാറ്റൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഈ പറയുന്നത് പോലെ ഇവർക്ക് ഡീലേഴ്സ് ആണ് അല്ലെങ്കിൽ തന്റെ കസ്റ്റമർ ആണ് ഈ നടന്മാരെന്ന് പറയുന്നത് തെറ്റില്ല. വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെങ്കിലും അല്ല, ഇതും മാത്രമല്ല, മുമ്പും ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പും ശ്രീനാഥ് ഭാസിയെയും പിന്നെ ഈ ഷൈൻ ടോം ചാക്കോയും മാത്രമല്ല ഒരു നടിയെയും, അത് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വിമർശനമല്ല, ഒരുപാട് വിവാദമായ ഒരു സ്റ്റോറി തന്നെയായിരുന്നു. പ്രയാഗ മാർട്ടിനെയും
ഇതേപോലെ കഞ്ചാവ് കേസിൽ പിടികൂടിയെന്നും അതിനുശേഷം പിന്നെ ഓം പ്രകാശിന്റെ ആ ഒരു റൂമില് ഇവിടെ പ്രയാഗ മാർട്ടിൻ DJ പാർട്ടിയില് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഒക്കെ പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ് അവരെ പിടികൂടിയത്. പക്ഷെ അന്ന് ആ ഒരു സമയം വരെ അത് കത്തി നിന്നുവെങ്കിൽ പോലും പിന്നെ പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ അവര് ഇതിലെ തെറ്റുകാരല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസുകാരെ. നമ്മളിപ്പോ ഈ നടന്മാരെയൊക്കെ പേരെടുക്കുന്നതിനേക്കാളും ഈ സ്ത്രീ ഈ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ട സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ടോ, സിനിമാ മേഖലയിലെ ഒരുപാട് ആളുകൾക്കാണ് തങ്ങൾ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എന്ന്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 2018 ആണെന്ന് തോന്നുന്നു, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കൊക്കൈൻ ഉപയോഗിച്ച്, അതായത് കൊക്കൈൻ എന്ന് പറയുന്ന ലഹരി വസ്തു ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു അറസ്റ്റ് നടന്നിരുന്നു. ആ അറസ്റ്റിലുള്ള പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനെയൊക്കെ കോടതി വെറുതെ എങ്കിൽ പോലും ഒരു മോഡലുമായിട്ടാണ് ഇവരെ പിടികൂടുന്നത്. അപ്പം ഇത്തരത്തിലെ സിനിമാ മേഖലയിൽ നിരന്തരമായിട്ട് ഈ വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മ സംഘടനയിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയുമ്പം ഈ സ്ത്രീകളെ അല്ലെങ്കിൽ നടിമാർക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും അവിടെയൊക്കെ ഈ ഒരു ലഹരി വസ്തുക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അവിടെ നിന്ന് പിടിക്കപ്പെട്ട ഒരു പ്രതി പറഞ്ഞത്, എന്തായാലും പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിൽ വലിയൊരു ക്രൈമിന് കൂട്ടുനിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ പ്രതി പറഞ്ഞൊരു ഇതുണ്ട്. അതായത് അവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതലുള്ള, വീര്യം കൂടുതലുള്ള ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ ആളുകളുള്ളത് സിനിമാ മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ടൊരു ബിസിനസ് പോലെ ഈ ലഹരി വസ്തുക്കൾ വിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള മലയാള സിനിമാ മേഖലയ്ക്ക് പിന്നിലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ ഏകദേശം 2 കോടി വില വരുന്ന വസ്തുക്കളാണ് ആ പ്രതിയുടെ കയ്യിൽ ഉണ്ടായതെന്ന് പറയുന്നത്. ഇതിലിപ്പോ പ്രധാനമായിട്ടും 2 ആളുകൾ, അതായത് ശ്രീനാഥ് ഭാസിയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ പിടിയിലായിട്ടുള്ള പെൺകുട്ടിയല്ല, ആ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത്, അതായത് തസ്ലീമ സുൽത്താന എന്നാണ് അവളുടെ പേര്. അവള് പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിലെ ആളുകൾക്ക് ഞങ്ങള് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ആളുകളിൽ ഷൈൻ ടോം ചാക്കോയും ഈ പറയുന്ന ശ്രീനാഥ് ഭാസിയും ഒക്കെ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുകയുള്ളൂ. ഇപ്പം എന്തായാലും ഇവർക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് നിലപാട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇവരൊരു പ്രതികരണമൊക്കെ ആയിട്ട് വരും. ഇപ്പോഴും ഷൈൻ ടോം ചാക്കോ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നതുകൊണ്ട് ശ്രീനാഥ് ഭാസി പ്രതികരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സമയത്ത് ഷൈൻ ടോം ചാക്കോ ഈ ലഹരിക്ക് അടിമയാണ്, ഷൈൻ ടോം ചാക്കോയാണ് ഈ കഞ്ചാവ് വേട്ടയുടെ ഒരു തലപ്പത്ത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും കുറ്റവിമുക്തനാകുന്നതും താൻ ഒരു കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നതും. എന്നാൽ ആ ഒരു വാർത്ത വന്ന് മാസങ്ങൾ പോലും ആയില്ല, അതിന് പിന്നാലെയാണ് വീണ്ടും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇങ്ങനൊരു കേസ് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ആരോപണം വരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഒരാള് കുറ്റക്കാരനല്ല എന്ന് കോടതി തന്നെ വിധിച്ച പിന്നാലെ വീണ്ടും അയാൾ കുറ്റക്കാരനാണ് എന്ന് ഒരാളെ തെളിവ് സഹിതം പറയുമ്പോ അത് നമ്മൾ വിശ്വസിക്കണം എന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോ എല്ലാവരും വന്ന് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇപ്പൊ സിനിമാ മേഖല ആയതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി ഒരുപാട് വേണ്ട ഒരു മേഖലയാണല്ലോ. പൊതുവെ ചില ആളുകളൊക്കെ പറയുന്നത് കൂടുതൽ തോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് ചില സ്ഥലത്തൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ചില ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടന്മാരൊക്കെ അതൊക്കെ വിശ്വസിച്ചിട്ടും ഇത് ഉപയോഗിച്ചെന്ന് വരാം. ചില കേസിലൊക്കെ ഇങ്ങനെ പോലീസൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ പെടുമല്ലോ. അപ്പം അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഞ്ചാവ് വലിച്ചത് എന്നൊക്കെ പറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് ഇതിനു മുമ്പ്. അപ്പം അത് അവരുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, പക്ഷെ അവർ അത്തരത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ലഹരിനെ
സ്വാധീനിക്കുന്നത് എന്ന് തന്നെ തോന്നുന്നുണ്ട്. കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ആ ഒരു മൊമെന്റ്സ് കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു തോന്നലായിരിക്കാം. പിന്നെ ഈ പറയുന്നത് പോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുടങ്ങാൻ മാത്രമേ പ്രശ്നമുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ പോലും എവിടെ നിന്നെങ്കിലും ഒപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പൊ പിന്നെ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടുപേരാണെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളൊന്നുമല്ല, ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉള്ള ആളുകളാണ്. അപ്പം അവർക്ക് ഇത് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരികയുള്ളൂ. അത് മാത്രമല്ല, ഇതില് ഇപ്പോ എല്ലാവരും കാത്തു നിൽക്കുന്നത് ഇവരെ കുറ്റക്കാരാണോ, ഈ ഒരു തസ്ലീമ സുൽത്താൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, അതോ ഇനി ഇവരെ കുടുക്കാനായിട്ട് ശ്രമിച്ചതാണോ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലും ഒക്കെ നിൽക്കുന്നത്. എന്തായാലും യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരട്ടെ, സത്യാവസ്ഥ എന്താണ് എന്ന് പുറം ലോകം അറിയട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.